ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലാണ്. നേരത്തെ സ്റ്റേറ്റ് ബാങ്കിൽ സിറ്റി ബസ് സ്റ്റാൻഡ്, എക്സ്പ്രസ് ബസ് സ്റ്റാൻഡും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാർ മുള്ളിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഇൻഫന്റ് ജീസസ് ഒരു ചർച്ചുണ്ട്, ഒരു ഐലൻഡ് ചർച്ച്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. ഞാനിവിടെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിലാണുള്ളത്. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് 11 നമ്പർ ബസ്സിനാണ് അടയാറ്, എന്നിട്ട് അവിടെ നിന്നാണ് പോകേണ്ടത്. അപ്പം കൂടുതൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാനിവിടെ നമ്മുടെ ബസ് വരുന്നത് നോക്കിയിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിലുള്ള ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് ഒരു സൈഡിൽ സിറ്റി ബസ്സുകളും മറ്റേ സൈഡിൽ അങ്ങനത്തെ എക്സ്പ്രസ് ബസ്സുകളുമാണ് ആ സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബസ് നോക്കി ഞാൻ ഇതുണ്ട്, ഇതിൻ്റെ ഇവിടെ അങ്ങനെ ഒരു ഷെൽട്ടർ പോലെ ഒരു ഭാഗമുണ്ട്, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നത്. അവിടെ ഞാൻ നിന്നു. അതെ, നമ്മുടെ ബസ് ഒരെണ്ണം വന്നു. അപ്പോൾ ഗൈസ്, ബസ് വന്നു. ബസ് കയറി. ബസ് ഉടനെ തന്നെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിവിടെ ബസ് സ്റ്റാൻഡിൽ ഓരോ ബസ്സുകളുടെ നമ്പറും പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഇത് വെച്ചിട്ടുണ്ട്. പക്ഷേ കന്നഡയിലാണ് എഴുതിയേക്കണത്. കന്നഡ എനിക്ക് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് അറിയത്തില്ല. ആകെ ബസ്സിൻ്റെ നമ്പറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുള്ളൂ. അപ്പം ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് മന്ദം നീങ്ങി സ്റ്റാൻഡിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൈഡിൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ഒരുപാട് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സൈഡിൽ നല്ല വെയിലാണ്. സൈഡിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ വെയിലാണെങ്കിൽ ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ അധികം ചൂടിലൊക്കെ കുറവാണ്. അതായത് സൈഡിലെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. നമ്മുടെ വണ്ടി അങ്ങനെ പയ്യെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പയ്യെ സ്പീഡ് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മുതലായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് 29-ാം തീയതി മുതൽ, അതായത് മിനിഞ്ഞാന്ന് മുതൽ റോഡ് ഷോ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റോഡ് ഷോ, കർണാടകയിലെ നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ചുള്ള റോഡ് ഷോ ഇവിടുന്നായിരുന്നു. അപ്പം അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പക്ഷെ അന്ന് നൈറ്റ് ഡ്യൂട്ടിയുടെ അന്ന് പോകാൻ ഇഷ്ടംപോലെ കഷ്ടപ്പെട്ടു. വരാൻ തന്നെ ഇഷ്ടംപോലെ ബ്ലോക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലോക്കിൻ്റെ ചില കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോലീസുകാർ അടച്ചിട്ടേക്കുമായിരുന്നു. അതായത് എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ലാബിലേക്ക് പോകാനുള്ള ആ ഭാഗത്തേക്ക് ബസ്സുകൾ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ ഓട്ടോക്കാരെ വിളിച്ചിട്ട് വരെ ഓട്ടോക്കാരും പോലും വരാൻ റെഡിയായില്ല. അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്തേക്കുവാണ്, ഇങ്ങനെയാണെന്നൊക്കെ. 7:30-ക്കായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പം നേരത്തെ ഒരു 6:30 റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒരുവിധം അത്യാവശ്യം മാക്സിമം ഇത് പെട്ടെന്ന് തന്നെ വരാൻ നോക്കി. പക്ഷേ എങ്ങനെയോ അവസാനം ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് പോലീസുകാർ തുറന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത ആളെ കൊണ്ട് പിന്നെ പോയത്. അപ്പം ഇവിടെ ഈ ഭാഗത്ത് ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇവിടെ നിന്നൊന്നും വണ്ടിയൊന്നും വിടുന്നില്ലായിരുന്നു. ഇവിടെ നിന്ന് ഈ ഭാഗത്തു നിന്നായിരുന്നു റോഡ് ഷോ ഇതാക്കിയത്. അപ്പം നത്തിങ് പൊളിറ്റിക്കലി ഇതിനേക്കാളും ഉപരിയായിട്ട് ഇങ്ങനെ, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഇതാക്കിയിട്ട് റോഡ് ഷോ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണം കാര്യങ്ങളൊക്കെ നടത്തണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊന്നും ചിന്തിക്കേണ്ടതാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. ഇത് നൈറ്റ് ഡ്യൂട്ടിക്ക് എനിക്ക് അന്ന് പോകുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അപ്പം ഇതിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ ഇതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ തന്നെ സെയിം പോലെ തന്നെ ഇഷ്ടംപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബസ് നല്ല പൊരി വെയിലത്ത് ഹമ്മങ്കട്ട ജംഗ്ഷനും സിഗ്നൽ ജംഗ്ഷനും കടന്നതാ നമ്മുടെ ലൈറ്റ് ഹൗസ് ഹിൽ, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, KMCയുടെ അവിടെയുള്ള ജംഗ്ഷന്റെ അവിടെ നിന്ന് ടേൺ ചെയ്ത് നമ്മുടെ മിലാഗ്രസ് പള്ളിയുടെ ഫ്രണ്ടിൽ കിടന്ന നമ്മുടെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആൾക്കാർ ഇഷ്ടംപോലെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ആലാണെന്ന് എനിക്ക് തോന്നുന്നത്. ആയതുകൊണ്ട് ഇവിടെ ഒരു ഭാഗത്ത് നേരത്തെ ഇവിടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെയല്ലായിരുന്നു. ഈ അടുത്തിടയ്ക്ക് റിനോവേറ്റ് ചെയ്താണ്. അദ്ദേഹം ആ മരത്തിന്റെ ഉള്ളിൽ ചേട്ടൻ കിടക്കണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് വെള്ളമടിച്ച് ഊസായി കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പിന്നെ നമ്മൾ U-turn എടുത്ത് വന്നിട്ട് ഇവിടെ സിഗ്നലിലായി. പെട്ടെന്ന് തന്നെ ഇവിടെ അധികം നേരം സിഗ്നലിൽ നിൽക്കേണ്ട വന്നില്ല. കാണുന്നത് നമ്മുടെ മിലാഗ്രസ് പള്ളി. നല്ല വെയിലത്ത് ഇതായതുണ്ട്, വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് നല്ല തിളങ്ങി നിൽക്കുന്നു, വൈറ്റ് കളറിൽ നിൽക്കുന്നു. മിലാഗ്രസ് പള്ളിയും കഴിഞ്ഞ് നമ്മുടെ വണ്ടി നേരെ പോവുകയാണ്. ഇവിടെയാണ് മിലാഗ്രസിന്റെ ഇതായതുകൊണ്ട് ഈ കാണുന്ന പാരിഷ് ഹാളാണ്. അതിന്റെ ഇപ്പുറത്ത് തന്നെയാണ് നമ്മുടെ AJ ഗ്രൂപ്പിന്റെ ഹോട്ടൽ, അതായത് മോട്ടി മഹാള്, ജോയ ലക്കാസ്. പിന്നെ അതും കഴിഞ്ഞ് നമ്മുടെ മലബാർ ഗോൾഡ് ആണ് നെക്സ്റ്റ്. മലബാർ ഗോൾഡ് കഴിഞ്ഞ് റിലയൻസിന്റെ ഒരു സ്മാർട്ട് സ്റ്റോർ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ബസ് ഫൽനീറും കടന്ന് കങ്ങനടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക്
അതായത് യൂണിറ്റി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ഹൈലാൻഡ് ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനാടി ലക്ഷ്യമാക്കി നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഹൈലാൻഡ് ഹോസ്പിറ്റൽ. അതായത് നമ്മൾ പോകുന്ന ഈ 11 നമ്പർ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന്, അതായത് മിലാഗ്രസ് പള്ളിയുടെ അതികൂടെ പള്ളിയൂർ വഴിയാണ് പോകുന്നത്. കൊമ്പൂല് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്, അടയാറിന് പോകുന്നത്, കങ്ങനാടി എന്നിട്ട്. ഇപ്പോൾ അതേ കങ്ങനാടി ആവാൻ പോകുന്നു. വേണ്ടതാ കങ്ങനാടി ജംഗ്ഷനിലേക്ക് ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഇപ്പുറം ഈ ഭാഗത്ത് കാണുന്നതാണ് അതാ കേട്ടോ, ഈ കാണുന്നതാണ് ഫാദർലെസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഫാദർലെസ് ഹോസ്പിറ്റൽ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബസ്സാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കങ്ങനാടി ബസ് സ്റ്റാൻഡ്. അപ്പം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ്, അതായത് സീറോ മലബാർ സഭയുടെ പള്ളി, അതായത് സെൻറ്റ് അൽഫോൺസ ചർച്ച് ഇവിടെയാണ്, മലയാളം പള്ളി. അതായത് മംഗലാപുരത്തുള്ള ഒട്ടുമിക്ക ക്രിസ്ത്യൻസ്, അതായത് സീറോ മലബാർ ക്രിസ്ത്യൻസ് എല്ലാം കുർബാനയ്ക്ക് വരുന്നത് ഇവിടെയാണ്, പല കോളേജുകളിൽ പഠിക്കുന്നവരെല്ലാം. ഈ കാണാനാണ് ഇവിടുത്തെ മാക്മാൾ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഇവിടെ ക്രോമ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാർബിക്യൂ നേഷൻ, ഓണസ്റ്റ്, ഇതിൻ്റെ എല്ലാം ഇതുണ്ട്. ഔട്ട്ലെറ്റുകളിലുള്ളതാണ്. പാറ്റയുടെ ഒക്കെ ഔട്ട്ലെറ്റ് ഇതിൻ്റെ അകത്തുള്ളതാണ്, ബ്രാൻഡ് ഫാക്ടറിയുടെ. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നേരെ റൈറ്റ് സൈഡിലേക്കാണ്. അങ്ങനെ നമ്മുടെ ബസ് ഇതാ കങ്ങനാടി ജംഗ്ഷനിലെത്തി. കങ്ങനാടി ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിലെത്തി. ഈ കാണുന്നതാണ് കൊളാസോ കോളേജ്. കൊളാസോ കോളേജിൻ്റെ നേഴ്സിംഗ്, അതുപോലെ തന്നെ അലൈഡിൻ്റെ കോഴ്സുകളുടെ ഒക്കെ കോളേജ് ഇതാണ്. ഹോസ്പിറ്റൽ കുറച്ചപ്പുറത്തായിട്ടുണ്ട്. ഈ കൊളാസോ കോളേജൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ പോയി അഡ്മിഷൻ എടുക്കണ്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഇത് കണ്ടിട്ട് അഡ്മിഷൻ പോയി എടുത്തിട്ട് ഞാൻ യാതൊരു ഉത്തരവാദി ആയിരിക്കുന്നതല്ല. അങ്ങനെ നമ്മുടെ പമ്പുവൽ ഇതിലെത്തി, പമ്പുവൽ സർക്കിളിലെത്തി. ഇപ്പം അതായതുണ്ട് ഇവിടെ ഫ്ലൈ ഓവറൊക്കെ വന്നു. നേരത്തെ ഇവിടെ സർക്കിളോ കാര്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു പോർഷൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പുവൽ സർക്കിൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ പേരവിടെ മഹാവീര സർക്കിൾ നിന്ന് എന്തോ മാറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പൊതുവെ അറിയപ്പെടുന്ന പമ്പുവൽ സർക്കിൾ എന്നാണ്. പൊതുവെ പമ്പുവൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്കെല്ലാം അറിയാവുള്ളൂ. മുമ്പ് ഇവിടെ ഫ്ലൈ ഓവർ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഇതായിട്ട് ഒരു കലശം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് സർക്കിളിനെ നടുക്ക് വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഗൈസ്, അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പോകുന്ന ഈ ബസ് നമ്മുടെ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുണ്ടോ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോടെയാണ് പോകുന്നത്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ടവർക്കൊക്കെ സാറിന് അതിൽ ഈ ബസ്സിന് പോകാവുന്നതാണ്. 11 നമ്പർ ബസ്സിന് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന്. 11 മാത്രമല്ല, വേറെ ചില ബസ്സുകളുണ്ട്. താഴേക്ക് പോകുന്ന വഴിയാണ്. മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഈ വഴിക്കാണ്. മംഗലാപുരത്ത് ഇതേപോലെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുണ്ട്. ഫ്ലാറ്റിന് ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ പല ഭാഗങ്ങളിൽ കാണാവുന്നതാണ് നമുക്ക്. അത് ഈ കാണുന്ന ഈ വഴിക്ക് നമുക്ക് മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് പോകാം. ഇത് ഇവിടെ ഇപ്പുറത്ത് ഈ ഭാഗത്താണ് നമ്മുടെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത്. അതായത് മംഗലാപുരത്തെ പുതിയ DC ഓഫീസ്. DC ഓഫീസ് എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ്. അതായത് നമ്മുടെ നാട്ടിലെ കളക്ടറേറ്റ് പോലെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പടിയിൽ എന്ന് പറയുന്നത്. പടിയിൽ സർക്കിൾ, പടിയിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു സർക്കിൾ പോലെ ഒരു സംഭവം ആക്കിയിട്ടുണ്ട്. നമ്മളെ ഇങ്ങോട്ടേക്ക് BC റോഡിലേക്ക് പോകുന്ന റോഡിലേക്ക് ജോയിൻ ചെയ്യാണ്. ഇപ്പുറത്തുനിന്ന് വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫന്റ് ജീസസിൻ്റെ അവിടെ നിന്ന് ബികർണക്കട്ട എന്ന്, അതായത് നന്ദൂരിൽ നിന്ന് തന്നെ റോഡാണ്. ഇവിടെ അടിപ്പാതയാണ്. അതായത് മംഗലാപുരം ജംഗ്ഷനിൽ നിന്നുള്ള ട്രെയിനുകൾ കൊങ്കൺ റോഡിലേക്ക്, അതായത് BC റോഡ് ആ സൈഡിലേക്കൊക്കെ പോകുന്ന ആ ഒരു ഇതാണ്, അടിപ്പാതയാണ്. ഈ കാണുന്നതാണ്, ഇതാണ് അടിപ്പാത. പടിയിൽ എന്ന് പറയും, പടിയിൽ അടിപ്പാത എന്ന് പറയും ഇതിന്. ഇതിൻ്റെ മേളിലേക്കാണ് റെയിൽവേ ലൈൻ പോകുന്ന. ഫസ്റ്റ് ന്യൂറോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. ന്യൂറോയുടെ ഒരു ഇതായിട്ട് അതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് മംഗലാപുരത്തുള്ള ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റൽ. ഷോറൂമുകളുണ്ട്. ഇവിടെ കാവേരി ഫോർഡ്, ഇവിടെ ഇതുണ്ട് BMW ഒരു ഇതാണ്. പിന്നെ ഇത് സിട്രോയിജൻ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ഒരു ഇതിൻ്റെ ഇതാണ്.
തൊട്ട് മുമ്പിൽ ഇതാ ബെൻസിൻ്റെ ഒരു ഇതുണ്ട്, മെഴ്സിഡസ് ബെൻസിൻ്റെ സുന്ദരം മോട്ടോഴ്സ് പറഞ്ഞിട്ടുള്ള. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെഴ്സിഡസ് ബെൻസിൻ്റെ ഷോറൂം സുന്ദരം മോട്ടോഴ്സ്. ഇതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് വശത്ത് നമ്മുടെ ഇതിൻ്റെ റേഞ്ച് റോവറിൻ്റെ അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. ഗൈസ്, ഞാൻ ബസ്സിന് ഇവിടെ നമ്മുടെ അടയാർ വന്നിറങ്ങി. അതായത് അടയാർ സഹ്യാദ്രി കോളേജിൻ്റെ അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഇനി കുറച്ചിങ്ങ് പോകാനല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം സിമ്പിളായിട്ട് ആർക്കും പോകാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഓട്ടോ വിളിച്ചും പോവാം, അതുപോലെ തന്നെ നടന്നും പോവാം. ഞാൻ ജസ്റ്റ് നടന്നാണ് പോകുന്നത് ഒരു ഇതായിട്ട്. അപ്പം ഇതായി കാണുന്നത് ആണ് സഹ്യാദ്രി കോളേജ് എന്ന് പറഞ്ഞത്. സഹ്യാദ്രി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കോളേജാണ്. അത് മംഗലാപുരത്തുള്ള ഒരു കോളേജാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിലെ വീഡിയോയിൽ ഏറ്റവും ആദ്യമേ ഉള്ള വീഡിയോ കാണുവാണെങ്കിൽ അത് ഇവരാണ്. അതായത് മംഗലാപുരത്തെ കോഡിന് തൊട്ട് മുമ്പ് സഹ്യാദ്രി 10K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരത്തോൺ ഉണ്ടായിരുന്നു, 10K മാരത്തോൺ. അപ്പോൾ അതിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ഇവരായിരുന്നു, സഹ്യാദ്രി കോളേജായിരുന്നു. അപ്പം ഏറ്റവും തുടക്കത്തിൽ ആദ്യം ഇട്ടായിരുന്ന ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ആ മാരത്തോൺ ഇവരായിരുന്നു മെയിൻ ടൈറ്റിൽ സ്പോൺസർ, ഇവരായിരുന്നു. ആ കോളേജാണിത്, സഹ്യാദ്രി കോളേജ്. ഇവിടെ എന്തോ പരിപാടികൾ കാര്യങ്ങളോ നടക്കണ്ട. എനിക്ക് തോന്നുന്നു സ്പോർട്സ് ആണോ ഗെയിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ക്രിക്കറ്റ് അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ മെയിൻലി എഞ്ചിനീയറിംഗ്, ബിടെക് ഒട്ടുമിക്ക ബ്രാഞ്ചുകളും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സുകളും എല്ലാം ഉണ്ട് ഇവിടെ. MBA ഉൾപ്പെടെ ഉള്ള പല കോഴ്സുകളെല്ലാം ഉണ്ട്. ഗൈസ്, അതുപോലെ തന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ പോകുന്ന സമയത്ത് കൊളാസോ കോളേജ് അതുപോലെ തന്നെ സഹ്യാദ്രി കോളേജ് ഇതൊക്കെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അഡ്മിഷൻ്റെ അതൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഇവിടെ മംഗലാപുരത്തുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ അവിടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾ നോക്കി കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പറക്കി കാര്യങ്ങളൊക്കെ അഡ്മിഷൻ എടുക്കുക. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ആ കോളേജ് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടൊന്നും ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ അതിനനുസരിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു, എന്നിട്ട് കോളേജ് ഇതാണെന്ന് പറഞ്ഞു, എന്നിട്ട് പോയി അഡ്മിഷൻ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ യാതൊരുവിധ ഉത്തരവാദിയല്ല. ഇതാണ് ആ കോളേജിൻ്റെ മെയിൻ എൻട്രൻസ്, സഹ്യാദ്രി ക്യാമ്പസ് അടയാർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ്, സഹ്യാദ്രി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു സ്ഥാപനങ്ങളുടെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിത് സൂം ചെയ്തല്ല പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഇവരൊരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ നമുക്ക് പോകണം. ഇവിടുന്ന് ആരോമാർക്ക് കാണിക്കേണ്ടത് ഇതാണ് ബോർഡ്, ഈ വഴിക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടും എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ബ്ലോഗറായിട്ടുള്ള ഒരു മൈൻഡ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കണ്ടന്റ് ചെയ്തായിരുന്നു. അപ്പം എനിക്ക് തോന്നി ഇവിടെ വന്നാമെന്ന് തോന്നി. അപ്പം അങ്ങനെയാണ്. താങ്ക്സ് ടു മൈൻഡ് ഇൻഫ്ലുവൻസർ ഫോർ ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നതിന്. അപ്പോൾ നമ്മൾ ഏകദേശം അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ അടുത്ത് ആ ഭാഗത്തേക്ക് എത്തി. ഇവിടെ ചില വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോയ ആൾക്കാരെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗൈസ്, ഇവിടെ 20 റുപ്പീസാണ് പെർ ഹെഡ് ബ്രിഡ്ജിന്. ഇതേപോലെ തന്നെ പോലീസിൻ്റെ കുറച്ചൊരു അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 PM ശേഷം ആരും ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല. 7 മണിക്ക് സ്ട്രിക്റ്റ് 1 to വെക്കേറ്റ് ദ ഐലൻഡ്. 7 മണിക്കുള്ളിൽ ഇവിടുന്ന് ആരും വെക്കേറ്റ് ചെയ്യണമെന്നാണ് ഗൈഡ്ലൈൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രിഡ്ജ് വഴി അപ്പുറത്തേക്ക് കടന്നു പോകാം. അങ്ങനെ ഞാൻ പാലത്തിൽ കയറി. ഇതേ പാലത്തിൻ്റെ അവിടെയൊക്കെ ചില ഭാഗങ്ങളിൽ പലകള കാര്യങ്ങൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാലമാണ്. പയ്യെ ചെറിയ തോതിൽ ആടുന്നുണ്ട്, ചെറിയ തോതിൽ. അങ്ങനെ പാലത്തിലൂടെ നടന്ന് ഇതാ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതാ കാണുന്നതാണ് പള്ളി. അപ്പോൾ നമ്മളിവിടെ പാലത്തിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗത്ത് എത്തിയത്. ഇവിടെ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സൈഡ് ഇതാണ് പുഴയുടെ ആ സൈഡ് ഭാഗം. പിന്നെ അവിടെ കാണുന്ന പാലം അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹർക്കള ആ ഭാഗത്തേക്കുള്ള ഇതാണ്. അതായത് നമ്മുടെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കൊനാജ് ആ ഭാഗത്തേക്കായിട്ട് ഉള്ള ഇതാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതുവരെ പാലത്തിൻ്റെ പണി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
ഇവിടുത്തെ ഈ പാലം മെയിൻലി എന്താ തടിപ്പാലമാണ്. തടിയേൽ ഇവരിതിങ്ങനെ സെറ്റ് ചെയ്തേക്കണതാണ്. അത്ര വലിയ ബലമൊന്നുമില്ല, ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇവരൊരു ജസ്റ്റ് മീൻസ് മറ്റേ ഇത് കമ്പിയിൽ വടത്തേൽ ഇരുമ്പ് വടത്തെ തൂക്കിയിടുന്ന ടൈപ്പ് പാലമാക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അത് പോകാമായിരുന്നു. ഇതിപ്പം ഇവിടെ ഇതിങ്ങനെ മരത്തിൻ്റെ ഇത് വെച്ചിട്ടാണ്. അപ്പം എനിക്ക് തോന്നണേ ഇതിപ്പോൾ പള്ളിയുടെ ഇതായതുകൊണ്ട് എന്താ ഗവൺമെൻറ് ഇതല്ലാന്ന് എനിക്ക് തോന്നുന്നു. പള്ളിയുടെ ഇവർ പണിതേക്കണ പാലം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വല്ല ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ടൂറിസം ഇത് ആൾക്കാരെ വരുന്നത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ ജസ്റ്റ് ഒരു പാലമൊക്കെ ആക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതായിട്ട് മീൻസ് തൂക്കുപാലം പോലെയുള്ള സെറ്റപ്പിൽ ഇവർ ആക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു. അപ്പോൾ അതാ പാലം നമ്മൾ കടന്നതാ ഇവരെത്താൻ പോവാണ്. നമ്മളിപ്പോൾ പാലം കടന്നതാ പള്ളിയുടെ ആ ഭാഗത്തേക്ക് അങ്ങ് പോവാണ്. ഇപ്പോൾ പാലം കടന്നു. ഈ കാണുന്നതാണ് പള്ളി. പള്ളി ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി ഭവൻ. എനിക്ക് തോന്നുന്നത് ഇത് രൂപതയുടെ പള്ളിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ സന്യാസ സഭ വൈദികരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉള്ള ഏതെങ്കിലും ഒരു സന്യാസ സഭയുടെ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ ഒരു ഔദ്യോഗിക ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ പോകുന്നപ്പോഴാണേലും വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു പുല്ലൊക്കെ ഉണ്ടായിരുന്നത് തീയിട്ട് അവരത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതെവിടെ ഈ പള്ളി ക്ലോസ്ഡ് ആണ്, ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞേച്ച് ഇവിടെ റിവർ സൈഡ് ഒരു ഇതുണ്ട്, അപ്പം ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടേക്ക്. ഇതിവിടെ ഒരു പഴയൊരു ടൈപ്പ് ഒരു വീട് കാണുന്നുണ്ട്. വീട് പക്ഷെ പൂട്ടിയിട്ടേക്കുവാണ്. ഇവിടെ നിന്ന് ബൈക്കിലൂടെയുള്ള ഈ വഴിക്കോടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതാ ഈ വഴിക്കോടതാ ഇത് തന്നെ. അത് ഈ വീടൊന്നും എനിക്കറിയില്ല. കാലതാമസം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പൂട്ടിയിട്ടേക്കുവാണ് നിലവിൽ. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ നേത്രാവതി പുഴ രണ്ടായിട്ട് ഇതായിട്ട് മീൻസ് വിഭജിച്ചിട്ട് നടുക്കൊരു ഐലൻഡ് പോലെ ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് അവിടെ ഒരു പള്ളിയും ഇതായിട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല പള്ളിയിൽ അവിടെ സൈഡിൽ ഇവിടെ കുർബാനയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കന്നഡ നമുക്ക് വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആലുവ മണപ്പുറമില്ലേ, അവിടുത്തെ ആ ഒരു ഇതാണ്. ഇതിപ്പോൾ നമ്മളിപ്പം പോകുന്ന ഇപ്പം ഈ ഭാഗത്തൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത് മഴ പെയ്ത് നല്ല വെള്ളമൊക്കെ ആകുമ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. മണൽ ഇതെല്ലാം കിടക്കുന്നുണ്ടോണ്ട് ആ ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കൃത്യമായിട്ട് അറിയത്തില്ല. കണ്ടപ്പം ഇതാ നമ്മൾ അവിടെ നിന്ന് ആദ്യം കണ്ട ആ ബ്രിഡ്ജ് വീണ്ടും കാണുന്നു. ഇതാ നല്ല കാറ്റുണ്ട് കേട്ടോ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല കാറ്റുണ്ട്, ചൂടുണ്ടെങ്കിലും പക്ഷെ നല്ല കാറ്റടിക്കുന്നുണ്ട്. വെയിലുള്ളതുകൊണ്ട് ഞാൻ കുടയൊക്കെ ആയിട്ടാണ് വന്നേക്കണം. അപ്പോൾ കുടയൊക്കെ ചൂടിയാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പൊള്ളി പോകുന്ന ഒരു വെയിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പക്ഷെ എന്നാലും കാറ്റ് കാരണം കുടേനൊക്കെ പറപ്പിക്കുന്ന രീതിയിൽ കാറ്റുണ്ട്. അങ്ങനെ നമ്മൾ നദിക്കരയിലെത്തി. ഇവിടുന്ന് ഓണം തട്ടുന്ന അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട്, വണ്ടി കിടക്കുന്നുണ്ട്. നല്ല കാറ്റാണ്. പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഇതിൻ്റെ നേരെ അപ്പുറം അങ്ങേ സൈഡ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊണാജി ആ സൈഡിൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവിടെയൊക്കെ ഓരോരോ വീടുകൾ അപ്പുറത്തൊക്കെ കാണുന്നുണ്ട്. ഇത് നോക്കിയത് ഇവിടെ ഈ ഭാഗത്ത് ഇതുണ്ട്, ഫുള്ള് മണ്ണായിട്ട് ഒരു ഭാഗത്ത് കിടക്കുവാണ്. മൺതിട്ടയൊക്കെ പോലെയായിട്ട് കിടക്കുവാണ്. മഴക്കാലം വരുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കയറുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം
നമ്മളിവിടെ ജസ്റ്റ് പയ്യെ പോവാണ്. പയ്യെ ഐ മീൻ ഈ സൈഡിൽ നിന്ന് നേരെ തിരിച്ചു പോവാണ്. തിരിച്ച് ആ പാലത്തിന്റെ ആ ഭാഗത്തേക്ക് പോവാണ്. ഈ പള്ളി ഇത് ഇവിടുത്തെ ഇടവപ്പള്ളിയാന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നമ്മൾ ആദ്യം കണ്ട ഇൻഫന്റ് ജീസസ് പള്ളിയില്ല, അത് ഇവിടുത്തെ ഇടവപ്പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇതുണ്ടോ പള്ളിയുടെ സെമിത്തേരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർ അടക്കിയേക്കണതാ സെമിത്തേരി. അപ്പം ഇടവപ്പള്ളി അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ സെമിത്തേരി വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഇടവപ്പള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ അല്ലെങ്കിൽ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കുർബാനകളോ കാര്യങ്ങളൊക്കെ തിരക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പള്ളിയിൽ. ഈ സെമിത്തേരി കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സെമിത്തേരി ഉണ്ടാവാൻ, പള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവാനേ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ ഇതുണ്ട്, ഈ അയലിൻ്റെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. നമ്മളത് ഇവിടെ പാലത്തിൻ്റെ അവിടേക്ക് പോകാനായിട്ട്. അങ്ങ് ദൂരെ നമ്മുടെ വടക്ക് വ്യൂ പോയിന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതുണ്ട് അങ്ങ് ദൂരെ കാണാം. ഗൈസ്, നല്ല കാറ്റ് കാരണം ഞാൻ കുട പയ്യെ മടക്കി. ഇതാണിത് ഇവിടെ നിന്ന് ചുറ്റുവട്ടം നിന്നുള്ള വ്യൂ കാര്യങ്ങൾ. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പാവൂർ മൂല്യ ഐലൻഡ് എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യത്തോടെ ലാസ്റ്റ് പറഞ്ഞോട്ടെ, ഈ ഐലൻഡിലേക്ക് വരുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇതിൻ്റെ റിവറിൻ്റെ ഒരു വ്യൂ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു പള്ളിയുണ്ട്, അതായത് ഇൻഫന്റ് ജീസസ് പള്ളിയുണ്ട്. പക്ഷെ അവിടെ കുർബാന കാര്യങ്ങളൊന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജസ്റ്റ് അങ്ങേ സൈഡിലൊരു റിവറിൻ്റെ ഒരു വ്യൂ ഇതായിട്ടാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.